യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി കർത്താവിന് നമുക്ക് നൽകിയിരിക്കാം. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കർത്താവിൻ്റെ വൻ കൃപ ചൊരിയപ്പെടാൻ വേണ്ടിയൊക്കെ നമ്മൾ വചനം കേട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഒരു സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബത്തിൻ്റെ തകർച്ച ഒരു സമൂഹത്തിൻ്റെ തകർച്ചയാണ്. കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ മേൽ ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ കുടുംബങ്ങൾ, വിശ്വാസത്തിൽ അടിയുറച്ച കുടുംബങ്ങൾ, ധാർമ്മിക ബോധത്തിൽ അടിയുറച്ച കുടുംബങ്ങൾ, പ്രാർത്ഥനാ ജീവിതത്തിൽ അടിയുറച്ച കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ ഒരു സമൂഹം അനുഗ്രഹിക്കപ്പെട്ട സമൂഹമാകണമെങ്കിൽ, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി ഒരു സമൂഹത്തിലെ ആളുകൾ മുൻപോട്ട് പോകണമെങ്കിൽ ഇതിനാദ്യം പരിശീലനം ലഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ സ്നേഹത്തിൽ ഒരുമയിൽ ജീവിക്കുന്ന മാതാപിതാക്കന്മാർ, മക്കളെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ധാർമ്മിക ബോധത്തിലും വളർത്തുന്ന മാതാപിതാക്കന്മാരുണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു കുടുംബം തകരുമ്പോൾ അതൊരു കുടുംബത്തിൻ്റെ മാത്രം തകർച്ചയല്ല. ഒരു ക്രൈസ്തവ കുടുംബം തകരുകയാണെങ്കിൽ അത് സഭയിലെ ഒരു കുടുംബത്തിന് മാത്രം ഉണ്ടാകുന്ന പരാജയമല്ല, അത് മൊത്തത്തിലുള്ള പരാജയം തന്നെയാണ്. അപ്പോൾ കുടുംബങ്ങൾ നിലനിൽക്കണം. പ്രത്യേകിച്ച് കുടുംബത്തിൽ മക്കൾ ഇല്ലാതിരിക്കുക, മക്കളുടെ എണ്ണം കുറഞ്ഞു പോകുക, ഇതൊക്കെ വലിയ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുക. തോബിത്തിന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 7-8 വചനം, തോബിയാസ് തൻ്റെ ഭാര്യയോടുകൂടെ ആദ്യരാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുക. അല്ല, 6-ാമത്തെ വചനം പറയുന്നു, അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, അവന് വേണ്ടി അവനെപ്പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. ഇന്ന് അനേകര ഏകാന്തതയില. ഇവിടെ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. വലിയ വീടുണ്ട്, മക്കളൊക്കെ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നു, അവിടെ പെർമനന്റ് വിസയിൽ PR ഒക്കെ കിട്ടി അവിടെയാണ്. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും USA അനേക രാജ്യങ്ങളിൽ മക്കളൊക്കെ ആയിരിക്കുന്നു. നാട്ടിൽ മനോഹരമായ ഭവനമുണ്ട്, ആ ഭവനത്തിന് ഉള്ളിൽ ജീവിക്കുവാനായിട്ട് വൃദ്ധരായ മാതാപിതാക്കന്മാർ ഏകാന്തതയിൽ അവർ ജീവിക്കുന്നത്. മക്കളുടെ സ്നേഹം കിട്ടുന്നില്ല, കൊച്ചുമക്കളുടെ ശബ്ദ കോലാഹലങ്ങൾ അവർ കേൾക്കുന്നില്ല. ഈ ഏകാന്തത അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കേ. ചില കുടുംബങ്ങളിൽ അപ്പൻ മരിച്ചുപോയി,
അല്ലെ അമ്മ മരിച്ചുപോയി, അമ്മ മരിച്ചാൽ അപ്പൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പം മരിച്ച അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ചിലപ്പോൾ വേലക്കാരും കണ്ടും അവർ മാത്രം. ഈ വലിയ ഒരു പ്രതിസന്ധി ക്രൈസ്തവ കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വേദന നിറഞ്ഞൊരു കാര്യമാണ്. ഏകാന്തതയുടെ ദുഃഖം പേറി അവസാന ശ്വാസം എടുക്കുമ്പോൾ, മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ മക്കളാരും സമീപത്തില്ല. മക്കളൊക്കെ വിദേശങ്ങളിലാണ്. അവരുടെ ജീവിത വഴിയെ കണ്ടെത്താൻ വേണ്ടി അധ്വാനവും ജീവിതഭാരവും ഒക്കെയായിട്ട് വിദേശ രാജ്യങ്ങളിലാണ്. മരണനിമിഷം പോലും മക്കൾക്ക് അടുത്തിരിക്കുവാനോ അവരുടെ നാവിൻ തുമ്പിൽ ഒരിറ്റു വെള്ളം കൊടുക്കുവാനോ സാധിക്കുന്നില്ല. ഞാൻ അനേക വിദേശ രാജ്യങ്ങളിൽ ധ്യാനങ്ങൾക്ക് കടന്നു നിന്നിട്ടുണ്ട്. എത്രയോ സഹോദരീ സഹോദരങ്ങൾ എൻ്റെ അടുക്കൽ കണ്ണുനീരോടെ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, ഞങ്ങളുടെ വലിയ സങ്കടമിത, നാട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പച്ചൻ മരിച്ചുപോയി, രോഗിയായി തീർന്ന അമ്മ. ഒരിക്കൽ ഒരു മകൻ പറഞ്ഞൊരു അനുഭവം, അപ്പച്ചൻ മരിച്ചുപോയി, ഞങ്ങളുടെ മക്കളെല്ലാവരും പല വിദേശ രാജ്യങ്ങളിലാണ്. അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരു ജോലിക്കാരിയുണ്ട്. അമ്മയൊന്ന് വീണു, ഇടുപ്പല്ല് പൊട്ടി, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാ. ഒന്ന് ശുശ്രൂഷിക്കാൻ പോകാൻ സമയമില്ല, സാഹചര്യമില്ലാത്തൊരവസ്ഥ. ഒത്തിരി വേദനയുണ്ട് അവർക്ക്. ഇങ്ങനെ വേദന അനുഭവിക്കുന്ന അനേകം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കള് വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇതും ഒരു സങ്കടകരമായ കാര്യമാണ്. അതുപോലെ എത്രയോ അനുഭവങ്ങൾ. അവിടെ ഏകാന്തതയിൽ ആകെ ആശ്വാസം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാമീപ്യം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ഏകനായിരിക്കുന്നു എന്നല്ല. ഈ ഏകാന്തതയെ മാറ്റുവാനായിട്ട് എന്താ വഴിയെന്താ? അതിന് വഴിയുണ്ട്. ഓരോ കുടുംബത്തിലും ധാരാളം മക്കളുണ്ടാവണം. പല കുടുംബങ്ങളിലും 1, 2 അല്ലെ 3 മക്കളേ ഉള്ളൂ. ധാരാളം മക്കളുണ്ടെങ്കിൽ കുറച്ചുപേര് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യട്ടെ. ഏതെങ്കിലും 1-2 മക്കൾ നാട്ടിലൊക്കെ നിന്ന് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനൊക്കെ തയ്യാറായാൽ ഇതൊക്കെ പരിഹരിക്കാമെന്ന വിഷയങ്ങളാണ്. തോബിയാസ് പ്രാർത്ഥിക്കുന്നു, കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും വാർദ്ധക്യം വരെ ഇവളുടെ കൂടെ ഒന്നിച്ചു ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് തോബിയാസ് പ്രാർത്ഥിക്കുക. ഈ അടുത്ത ദിവസം ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചൊരു അനുഭവമാണ്. അവരുടെ രൂപതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ്, അവരുടെ രൂപതയിൽ വിവാഹമോചനത്തിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു. വിവാഹമോചനം, വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ വിവാഹമോചനത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുക. പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും. എങ്ങനെയുണ്ട്? ഒന്നിച്ചു ജീവിക്കാൻ സാധ്യമല്ല. വിവാഹമോചനം പെരുകിക്കൊണ്ടിരിക്കുന്നു. 2 മക്കളും ഭർത്താവും ഭാര്യയും എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ താറുമാറാക്കി. ഒന്ന് ക്ഷമിക്കാനോ സഹിക്കാനോ ഭർത്താവ് തയ്യാറല്ല. ഭർത്താവ് തന്നെ ആദ്യമേ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. ഭാര്യയും പിള്ളേരെയും ഉപേക്ഷിക്കുക, എന്നിട്ട് ആ മനുഷ്യൻ വേറെ വിവാഹം കഴിക്കുന്നു. കണ്ണുനീരിൽ കുതിർന്ന എത്ര അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ക്രൈസ്തവ കുടുംബങ്ങൾ ഈ മഹാവിപത്തിനെ കുറിച്ച് തിരിച്ചറിയണം. വിവാഹമോചനം പാടില്ലെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവർ 2 ഒറ്റ ശരീരമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇനി അപകടകരമായ മറ്റൊരു കാര്യം, വിവാഹ ജീവിതത്തിലേക്ക് വന്നിട്ട് 3 വർഷം 5 വർഷം 10 വർഷം 15 വർഷമൊക്കെ ആയിട്ട് മക്കൾക്ക് ജന്മം നൽകാനായിട്ട് പറ്റുന്നില്ല, മക്കളില്ല. സഹോദരിമാരുടെ ഗർഭപാത്രം അനുഗ്രഹിക്കപ്പെടുന്നില്ല.
മക്കളെ പ്രസവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമുദായത്തിൽ ഇത്രമാത്രം വന്ധ്യത വർദ്ധിക്കുന്നു? മക്കളില്ലാത്ത അനേകം കുടുംബങ്ങളുണ്ട്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ധ്യാനാവസരത്തിൽ താമസിച്ചുള്ള ഓരോ ധ്യാനത്തിലും 40, 50, 60 കുടുംബങ്ങൾ മക്കളില്ലാത്തവർ ഓരോ മാസത്തിൽ ധ്യാനിക്കാനായിട്ട് വന്നിട്ടുണ്ട്. മക്കളില്ല വർഷങ്ങളായിട്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർക്ക് മക്കളില്ലാതെ പോകുന്നത്? അതിൻ്റെ ഒരു കാരണം പ്രായമേറെ കടന്നിട്ടുള്ള വിവാഹങ്ങൾ. 30 വയസ്സ്, 32, 35 വയസ്സൊക്കെ ആയിട്ടാണ് പല പെൺകുട്ടികളും വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത്. സമയം കടന്നുപോയി. അതൊരു കാരണമാകാം. ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികളുടെ ഗർഭപാത്രങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഭക്ഷണത്തിലൂടെ അല്ലെ മറ്റേതെങ്കിലും വിധത്തിൽ ഇവിടെ ഗർഭപാത്രങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പറ്റാത്തവണ്ണം അണ്ടോൽപാദനമില്ല. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ചതിക്കണിയുണ്ടോ? അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതേക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ട ഒരു കാലഘട്ടം കടന്നു വന്നിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ കഴിയുന്നത്ര നേരത്തെ പെൺകുട്ടികൾ ഒരു 25 വയസ്സിന് മുമ്പ് തന്നെ വിവാഹത്തിന് തയ്യാറാവണം. അത് ഏറ്റവും വലിയ ആവശ്യമാണ്. നമ്മുടെ സമുദായത്തിൽ ജനസംഖ്യ അടുക്കൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. 14% വെച്ചൊക്കെ ക്രൈസ്തവരുള്ളൂ എൻ്റെ കണക്കൊക്കെ പറയുന്നു. ക്രൈസ്തവ കുടുംബങ്ങളിൽ മക്കൾ കുറയുന്നു. നമ്മളിത് മനസ്സിലാക്കണം. ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം, ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാവുന്നതാണ്. മക്കളെ വേണം. മക്കളുടെ സമൃദ്ധി അത് ജീവന്റെ സമൃദ്ധി തന്നെയാണ്. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 29-ാം അധ്യായത്തില് 5ഉം 6ഉം തിരുവചനങ്ങൾ. വീട് പണിത് അതിൽ വസിക്കുവിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? വീട് പണിത് അതിൽ വസിക്കണമെങ്കിൽ ആ വസിക്കുന്ന വീട്ടില് ഭാര്യയും ഭർത്താവും ധാരാളം മക്കളുണ്ടാവണം. ഒരു വീട് എന്ന് പറയുന്നത്, ഒരു വീടിന് എപ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്? കുഞ്ഞുങ്ങളുടെ ചിരിയും ബഹളവും ഓട്ടവും ചാട്ടവും മറിച്ചിലും. ഒരു വീട്ടില് കുഞ്ഞുങ്ങളുടെ ആരവം ഉയരുമ്പോൾ സന്തോഷത്തിൻ്റെ തട്ടുവീണ് മുറിവേറ്റ് കരയുന്നതിൻ്റെ ഒക്കെ ആരവങ്ങൾ വീട്ടിൽ ഉയരുമ്പോൾ ഒരു വീടാകുന്നത്. ഒരു കുഞ്ഞില്ലെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ശബ്ദകോലാഹലങ്ങളില്ലെങ്കിൽ ഒരു വീട്ടിൽ എന്താ സന്തോഷമുള്ളത്? ഞങ്ങൾ ഭവനം പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. നിങ്ങൾ വിവാഹം കഴിക്കണം, സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ. ധാരാളം സന്താനങ്ങൾ നമുക്കുണ്ടാവണം, ധാരാളം മക്കൾ നമുക്കുണ്ടാവണം. മക്കൾക്ക് നിങ്ങൾ ജന്മം കൊടുക്കണം. 1, 2 എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഇന്നത്തെ ദിവ്യപത്രത്തിൽ സപ്ലിമെൻറ്റിൽ വളരെ മനോഹരമായ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു അപ്പച്ചനും അമ്മച്ചിയും ജോസഫും എലിയാമ്മയും, അവർക്ക് 15 മക്കൾ. ആ കുടുംബത്തെക്കുറിച്ച് മനോഹരമായ ഒരു ലേഖനമുണ്ടായിരുന്നു. ഞാനത് വായിച്ചിരുന്നു. അമ്മച്ചി ഇന്ന് ജീവിച്ചിരിക്കുന്നു, മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്. അപ്പച്ചൻ 5-6 വർഷം മുമ്പ് മരിച്ചുപോയി. ആ അമ്മയുടെ വാക്കുകൾ ഇതാ: ഇതുപോലെ മക്കളെ ദൈവം കൊടുത്തപ്പോൾ ഒത്തിരി മനസ്സോടുകൂടി 2 കരവും നീട്ടി ആ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചു. ജീവിതത്തിൽ രാപകല് ഈ മാതാപിതാക്കന്മാര് പറമ്പിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ടൊക്കെ ആ മക്കളെ വളർത്തിയത്. 78ഓളം പേരക്കടങ്ങളോ മറ്റുമുണ്ട്. ഹല്ലേലൂയ. എത്ര ഒരു സന്തോഷമാണിത്. ഭവനം പണിതതിൽ വസിക്കണം. ഭവനത്തിൽ നിറച്ച് മക്കൾ വേണം, ഭവനത്തിൽ സന്തോഷം വേണം.
ഭവനത്തിൽ ആനന്ദം വേണം. ജീവിതം ഒരാഘോഷമായിട്ട് മാറ്റണമെങ്കിൽ മക്കൾ ഉണ്ടായേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ വീട്ടില് സന്തോഷം കുതിച്ചുയരണമെങ്കിൽ, കുടുംബത്തിന് അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകണമെങ്കിൽ മക്കളുടെ എണ്ണം ധാരാളമായിട്ടുണ്ടാവണം. ഇപ്പം ചിലർക്കെങ്കിലും തോന്നാം ഇത് പഴയ കാലത്തെ കാഴ്ചപ്പാടാണ്. പണ്ട് കാലത്ത് സ്ത്രീകളൊക്കെ ധാരാളം പ്രസവിക്കാൻ സമയമുണ്ടായിരുന്നു, ഒരു പണിയില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ പഠിച്ചു, വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾ പണിയുണ്ട്, പ്രസവിക്കാൻ നേരം ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. തെറ്റിപ്പോയി അവർക്ക്. അവരുടെ ആ കാഴ്ചപ്പാട് തന്നെ തെറ്റാ. വിവാഹം കഴിച്ചു സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, ഞങ്ങളുടെ പുത്രീപുത്രന്മാരെ വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്ക് മക്കളുണ്ടാവട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾക്ക് മക്കളുണ്ടാവണം, അവരുടെ മക്കളെ വിവാഹം കഴിപ്പിക്കണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, പെരുകണം പെരുകണം പെരുകണം. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാ, ദൈവത്തിൻ്റെ വചനമായത്. ഈ വചനമനുസരിക്കാതെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഭാര്യാഭർത്താക്കന്മാർ കൃത്രിമമായ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് മക്കളുടെ ജന്മത്തെ തടഞ്ഞു. ചിലർ അബോർഷനിലേക്ക് കടന്നുപോയി ജീവനെ നശിപ്പിച്ചു. അങ്ങനെയൊക്കെ രക്തം ചുന്തി, അങ്ങനെയൊക്കെ കുടുംബങ്ങൾ ശാപഗ്രസ്തമായിട്ട് മാറുകയാ. നിഷ്കളങ്കമായ രക്തം വീണ് കുടുംബങ്ങളിൽ നിന്ന് തകർന്നുകൊണ്ടിരിക്കുകയാ. നീ ചിലർക്കൊക്കെ മക്കളുടെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ പുച്ഛവാ. മക്കൾ കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ തന്നെ പറയുന്ന വൈദികരെയും ധ്യാനഗുരുക്കന്മാരെയൊക്കെ പലർക്കും അത്ര ഇഷ്ടപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ നോക്ക്, പരിശോധിച്ച് നോക്ക്. മക്കളുള്ള കുടുംബങ്ങൾ അവരാണ് ഏറെ അനുഗ്രഹിക്കപ്പെടുന്നത്. ധാരാളം മക്കളുടെ കുടുംബങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ധാരാളം മക്കളുണ്ടായാൽ അവരെ എങ്ങനെ പുലർത്തും ഒരു ചോദ്യമാണ്. ധാരാളം മക്കളുണ്ടായാൽ അവരെ പുലർത്തുവാൻ എല്ലാ വഴികളും കർത്താവ് തുറന്നു തരും, കർത്താവ് സഹായിക്കും. ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ പുത്രന്മാർ, ഇസ്രായേൽ ആരാണ്? യാക്കോബ്. ഇനി മുതൽ നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേലിൻ്റെ പുത്രന്മാർ റൂബൻ, ശെമയോൻ, ലേവി, യൂദ, ഇസ്സാക്കർ, സെബൂലൂൻ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. 12 മക്കൾ യാക്കോബിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിലെ ഒരു മകനിലൂടെ, ജോസഫ് എന്ന മകനിലൂടെയാ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചുയർത്തുന്നത്. സ്വന്തം സഹോദരങ്ങൾ തന്നെ പൊട്ടക്കിണറ്റിലിട്ടു, അവസാനം ഇസ്മായിലിയർക്ക് വിറ്റു. ആ മകനെ ദൈവം ഉയർത്തി. സഹനത്തിലൂടെയൊക്കെ കടന്നുപോയി. കാരാഗ്രഹത്തിലൊക്കെ, ഈജിപ്തിലെ കാരാഗ്രഹത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് കിടക്കേണ്ടി വന്നു. എന്നിട്ടും അവസാനം ഇതാ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിട്ട് മാറുക. ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത ദൈവാത്മാവിനാൽ നിറഞ്ഞ ജോസഫിലൂടെ കർത്താവ് യാക്കോബിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചുയർത്തുകയാ. 10 മക്കളിൽ ഒരുവനെ ദൈവം അനുഗ്രഹിച്ച് ഉന്നതമായ സ്ഥാനത്തെത്തിച്ചു. ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി. ഈ ജോസഫിലൂടെ ക്ഷാമത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ നാളുകളിൽ ജോസഫിലൂടെയാണ് ദൈവം ജോസഫിന്റെ പിതാവായ യാക്കോബിനെയും മറ്റു സഹോദരങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പുലർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഉറപ്പാണ് ആ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുവാൻ, ആ കുടുംബത്തെ ഉയർത്തുവാൻ ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ അനുഗ്രഹിച്ച് ഉയർത്തും. ഹല്ലേലൂയ. ജോസഫ് എന്ന വ്യക്തിയിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുക.
ആ രാജ്യം അനുഗ്രഹിക്കപ്പെടുക. വലിയ ക്ഷാമത്തിൻ്റെ നാളുകളിൽ ഈജിപ്തിനെ ദൈവം പരിപാലിക്കുന്നത് ജോസഫിലൂടെയാണ്. അവനോടൊപ്പം ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. അവൻ തൊട്ടതെല്ലാം ഐശ്വര്യമായിട്ട് മാറി. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. ബോവാസ് ഒബേദിനെയും ഒബേദ് ജെസ്സയുടെയും പിതാവാണ്. ജെസ്സയുടെ പിതാവ് ഒബേദ്, ഒബേദിൻ്റെ പിതാവ് ബോവാസ്, ബോവാസിൻ്റെ ഭാര്യ റൂത്ത്. ജെസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഏലിയാബ്, അബീനാദാബ്, ഷിമ്മ, നഥാനേൽ, റദ്ദായ്, ഓസേം, ദാവീദ്, സെറിയായും അബീഗായും ഇവരുടെ സഹോദരിമാരായിരുന്നു. അവൾ മൊത്തം 9 മക്കള്. ഈ 9 മക്കൾ, ജെസ്സയുടെ 9 മക്കള്, അതിൽ 2 പെൺമക്കളും ബാക്കി ആൺമക്കളും. അതിൽ ഒരുവനായ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. വചനം പറയുന്നു, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ. ദാവീദിനെ കുറിച്ച് ദൈവം പറയുക, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ആട്ടിടയനായ ദാവീദിനെ ദൈവം ഉയർത്തി. ഈ ദാവീദിന്റെ വംശത്തില് ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു ജനിക്കുന്നത്. ദാവീദിന്റെ പിതാവ് ജെസ്സയ്ക്ക് 9 മക്കളുണ്ടായിരുന്നു. ഹല്ലേലൂയ. എവിടെ മക്കളുടെ എണ്ണം കൂടുന്നുവോ ആ കുടുംബത്തില് ഉറപ്പാണ് വലിയ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ധാരാളം മക്കളുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും? ചിലരുടെ ചോദ്യമാ. അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കൊള്ളുക. മക്കളെ ദൈവം തന്നോ, നിന്റെ മക്കൾക്ക് ഭക്ഷിക്കുവാൻ, നിന്റെ മക്കൾ കുടിക്കുവാൻ, വിദ്യാഭ്യാസം ചെയ്യുവാൻ വേണ്ടതെല്ലാം ദൈവം എത്തിച്ചു തരും. മാതാപിതാക്കന്മാർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരായാൽ മാത്രം മതി. മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിശ്വാസത്തിൽ വളർത്തുകയും ധാരാളം മക്കൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയൊക്കെ വേണം. അല്ലെങ്കിൽ വരുന്ന ആളുകളിൽ വലിയ വേദനയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. വലിയൊരു തിരിച്ചറിവിലേക്ക് ക്രൈസ്തവ സമൂഹം ഉണരണം. ഓരോ വിശ്വാസിയും ഉണരണം. വരാനിരിക്കുന്ന ഈ വലിയ അപകടത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് നമ്മുടെ കുടുംബം സമൂഹത്തിലെ അടിസ്ഥാന ഘടകമാണെന്ന് തിരിച്ചറിയണം. ഓരോ കുടുംബത്തിൻ്റെയും നിലനിൽപ്പ് സഭയുടെ ശക്തിയാണെന്ന് മനസ്സിലാക്കണം. ധാരാളം മക്കളുണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾ വൈദികരാകാനും സന്യസ്തനാകാനും ദൈവരാജ്യം വരെയാനൊക്കെ ഇറങ്ങിത്തിരിക്കത്തുള്ളൂ. ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് മക്കളെ വേണം. ദൈവരാജ്യത്തിന് പ്രവർത്തിക്കാൻ മക്കളെ വേണം. അതുകൊണ്ട് മക്കളുടെ എണ്ണത്തെ ഒരിക്കലും കുറയ്ക്കരുത്. വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മക്കൾക്ക് ജന്മം നൽകി അവരെ ദൈവത്തിന് വേണ്ടി വളർത്തി വലുതാക്കുക എന്നുള്ളത്. ഇത് നമ്മൾ ഏറ്റെടുക്കണം. ഓരോ വിശ്വാസിയും ഉറച്ച തീരുമാനമെടുത്ത് ഇതിനു വേണ്ടി മുൻപോട്ട് വരണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞിട്ട് അനേക വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ ഒത്തിരിയുണ്ട്. കർത്താവേ, വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. അങ്ങ് എത്രയോ കാരുണ്യവാന. കന്നായുടെ ഗർഭപാത്രത്തെ അനുഗ്രഹിച്ചതുപോലെ, എലിസബത്തിനെ അനുഗ്രഹിച്ചതുപോലെ, അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ചതുപോലെ മക്കളില്ലാത്തവർക്ക് ഇന്ന് മക്കളെ കൊടുക്കണമേ. യേശുവേ, വന്ധ്യമായിരിക്കുന്നവരുടെ ഗർഭപാത്രങ്ങളെ സ്പർശിക്കണമേ. ശാരീരികമായിട്ടൊക്കെ ബലഹീനത മൂലം മക്കൾക്ക് ജന്മം നൽകാൻ സാധിക്കാത്ത പുരുഷന്മാരെ സ്പർശിക്കണമേ. യേശുവേ, ധാരാളം മക്കളെ കൊടുക്കണമേ. ക്രൈസ്തവ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. കർത്താവ് നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ധാരാളം കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ.
യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.